ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ. നമുക്കിന്ന് നല്ലൊരു ചൂരക്കറി എങ്ങനെ അടിപൊളിയായിട്ട് തയ്യാറാക്കാം എന്നുള്ളത് നോക്കിയാലോ. അത് നല്ല എരിവും മുളകും, അല്ല എരിവും മുളകും ഒന്ന് തന്നെയല്ലേ. എന്നാൽ ശരി, എരിവും പുളിയും അതേപോലെ നല്ല തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ടുള്ള ഒരു കറി. അപ്പോൾ ഈ കറി ഉണ്ടാക്കാനുള്ള പരിപാടി വളരെ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളുടെ പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ ദാ ചാറ് കുറുകിയ ഈ മീൻകറി കണ്ടല്ലോ, നല്ല അപ്പത്തിനും അതേപോലെ ചോറിനും പൊറോട്ടയ്ക്കൊപ്പം ഒരു പിടുത്തം പിടിക്കാൻ പറ്റിയ ഒരു സൂപ്പർ മീൻകറി തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്കും തുടങ്ങാം അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ചൂരയാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ചൂര പോലെയുള്ള ഏത് മീൻ വെച്ചാലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്തിരി കട്ടിയുള്ള മാംസമായതുകൊണ്ട് നമുക്ക് ചൂര തന്നെ എടുക്കാം. ചൂര ഇങ്ങനെ കഴുകി വൃത്തിയാക്കി മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, മുളക് പൊടി, മല്ലിപ്പൊടി, കുടംപുളി, അത്രയും ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കൊരു മൺചട്ടി നേരെ അടപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം, കടുകിട്ട് കൊടുക്കാം, പിന്നെ ഒരല്പം ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് പൊട്ടിയൊക്കെ അങ്ങോട്ട് തെറിച്ചൊക്കെ അങ്ങോട്ട് വരുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും അതേപോലെ തന്നെ വെളുത്തുള്ളിയും ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചുവന്നുള്ളിയും ഒക്കെ അങ്ങോട്ട് ചേർത്തിട്ട് ഒരത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഈ വെന്ത് കിട്ടുന്ന രീതി എന്ന് പറഞ്ഞത് ഇത് ഒരു തരി പോലും മുരിഞ്ഞു പോകാൻ പാടില്ല. അതായത് ആ ബ്രൗൺ കളർ ആകുന്നതിന് മുമ്പ് തന്നെ നമ്മളിതിനെ എടുക്കണം. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാവും. പിന്നീട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഈ സമയത്ത് തന്നെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കുക. വീണ്ടും ഒന്ന് നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എത്രത്തോളം എരിവ് വേണമെന്ന് ഓരോരുത്തരുടെയും ഇഷ്ടപ്രകാരം തന്നെ ചേർത്താൽ മതിയാവും. പിന്നീട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. അങ്ങനെ ആണ് കണക്ക് വെക്കുന്നത്. ഇതൊക്കെ എല്ലാം ആ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം നമ്മൾ കുതിരാൻ വെച്ചിരിക്കുന്ന കുടംപുളിയും അത്യാവശ്യം വേണ്ടി വരുന്ന വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ഗ്രേവി ഉണ്ടല്ലോ, ഈ ഗ്രേവി നല്ലതുപോലെ ഒന്ന് തിളച്ചൊന്ന് കുറുകി വരണം. ഇതിപ്പോൾ ഈ കാണുന്നത് പോലെയല്ല, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇവനെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. എങ്കിൽ മാത്രമേ മീൻ വെന്ത് കിട്ടാനുള്ള വെള്ളം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. കാരണം ചൂര മീനിനൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഇത്തിരി വേവ് കൂടുതലാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മൾ ചെറിയ തീയിൽ ഇതിനെ വേവിച്ച് കഴിഞ്ഞാൽ മാത്രമേ ആ ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ട് നല്ലതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളുടെ ചാറ് ഇവിടെ കിടന്ന് തിളച്ചിങ്ങനെ മറിഞ്ഞ് ഒക്കെ വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന, അതായത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ആ മീൻ കഷ്ണങ്ങളും കൂടി ഇവിടെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒരു കുറച്ച് സമയം മൂടിയൊക്കെ വെച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഇവനെ വീണ്ടും മൂടി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചാറൊന്ന് കുറുക്കി അങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഏകദേശം ഈ രീതിയിൽ അങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവനെ അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് മാറ്റി വെക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ഏകദേശം ഒരു 1.5-2 മണിക്കൂർ ഇതങ്ങോട്ട് മൂടി അങ്ങോട്ട് വെച്ചേക്കുക. ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും ഈ ചാറൊക്കെ നല്ലതുപോലെ അങ്ങോട്ട് കുറുക്കി നല്ല സെറ്റായിട്ട് ഒരു അടിപൊളിയായിട്ടുള്ളൊരു മീൻ കറിയായിട്ട് അവിടെ ഉണ്ടാവും. അത് ഞാനിപ്പോൾ ഒന്ന് തുറന്ന് കാണിച്ചു തരാം. കണ്ടല്ലോ, ചാറൊക്കെ കുറുകി നല്ല റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളുടെ മീൻ കറിയുടെ പരിപാടി ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ കറി ഇത്രത്തോളം ചാറ് കുറുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അപാരമായിട്ടുള്ള ഒരു രുചി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതേപോലത്തെ ഒരു ചുരക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് അപ്പവും പൊറോട്ടയും ഒക്കെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കൂ. സ്നേഹത്തോടെ, അല്ലു.